أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتحمل أثقالكم إلى بلد لم تكونوا بالغيه إلا بشق الأنفس إن ربكم لرؤوف رحيم. والخيل والبغال والحمير لتركبوها وزينة ويخلق ما لا تعلمون وعلى الله قصد السبيل ومنها جائر ولو شاء لهداكم أجمعين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ ഇൽമിന്റെ സദസ്സിൽ സംഗമിച്ചതുപോലെ അവന്റെ അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീക്ക് നൽകി നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ വ്യത്യസ്തങ്ങളായ ചിന്താഗതികളെ, ആദർശങ്ങളെ സ്വീകരിച്ചവരും ആ ചിന്തകളെ, ആ ആദർശത്തെ ജീവിതത്തിൽ പുൽകുകയും ആ ആദർശം തന്റെ നിലപാടുകളെ സ്വാധീനിക്കുന്ന നിലയിൽ തന്നെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ലോകത്തിന്റെ ഏത് കോണിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശ വൈവിധ്യം ഐഹിക ലോകത്തിന്റെ സവിശേഷതയാണ്. മനുഷ്യർക്കിടയിലാണ്
ഇത് കൂടുതലും പ്രകടമാകുന്നത്. ഒരിക്കലും മലക്കുകൾക്കിടയിൽ ഈ വൈവിധ്യമില്ല. ആദർശ വ്യതിയാനങ്ങളോ വിശ്വാസരാഹിത്യങ്ങളോ മലക്കുകൾക്കിടയിൽ ഇല്ല. ഐഹിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഏർപ്പെടുത്തിയ പരീക്ഷണത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ ഇരുളും വെളിച്ചവും സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും മനുഷ്യ സമൂഹത്തിനിടയിൽ നിലനിർത്തിയിട്ടുണ്ട്. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും നേർവഴിയിൽ സഞ്ചരിക്കുക എന്നത് അസംഭവ്യമായ കാര്യമാണ്, സംഭവിക്കാത്ത കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇക്കാര്യം വ്യത്യസ്ത രൂപങ്ങളിൽ അള്ളാഹു അവതരിപ്പിക്കുന്നുണ്ട്. വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നാം ഹിദായത്ത് നൽകുമായിരുന്നു, നേരായ വഴി കാണിക്കുമായിരുന്നു. വലാകിൻ ഹഖൽ ഖൗലു മിന്നീ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, എന്നാൽ അങ്ങനെ സംഭവിക്കുകയില്ല. എന്റെ വാക്ക് സ്ഥിരപ്പെട്ടിട്ടുള്ളത് മനുഷ്യരെ കൊണ്ട് ജിന്നുകളെ കൊണ്ട് നരകം നിറക്കുമെന്നതു തന്നെയാണ്. ആ വാക്ക് സ്ഥിരപ്പെട്ടു പോയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരേ വിശ്വാസം, ഒരേ ആചാരം, ഒരേ അനുഷ്ഠാനം, ഒരേ വിശ്വാസം, അത് അസംഭവ്യമാണ്, ഒരിക്കലും സംഭവിക്കാത്തതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ബാധ്യത തന്റെ ചുറ്റുപാടുകളിൽ നിന്ന്, താൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് യഥാർത്ഥമായ വഴി, യഥാർത്ഥ പാത, സത്യമതം, സത്യമായ ആദർശം, സത്യമായ ആചാരം, സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി ഏത് എന്ന് കണ്ടെത്തലും അത് സ്വീകരിക്കലും അതിന്റെ വാഗ്ദാവായി അവസാനം വരെ നിലനിൽക്കലും ആവശ്യമായി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വിഷയം ഇവിടെ പ്രസക്തമാകുന്നത്. എന്തുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം, എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം, എന്തുകൊണ്ട് സലഫി പ്രസ്ഥാനം, ഈ ആദർശവും ഇതര ആദർശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ, എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ, എന്തിനാണ് ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ? തീർച്ചയായും നാം ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും ഉത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ട ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി അവതരിപ്പിച്ച ആദർശമാണ് വിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത, അതിന്റെ ഏറ്റവും ഉന്നതമായ ക്വാളിറ്റി മറ്റൊന്നുമല്ല, മനുഷ്യന്റെ കൈകടത്തലുകൾക്കത് വിധേയമാകാൻ പാടില്ല എന്നതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരുവിധ സ്ഥാനവും ഇല്ല. ഏതെങ്കിലും ഒരു സമൂഹം, ആ സമൂഹത്തിൽ ഉടലെടുത്ത ഒരു പുതിയ ചിന്താഗതി, ആ ചിന്താഗതിക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ല. ഇസ്ലാം എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെട്ട മഹത്തായ ആദർശമാണ്. ഒരിക്കലും മനുഷ്യബുദ്ധിയുടെ ഇടപെടലുകൾ ഇസ്ലാമിലില്ല. ഏതെങ്കിലും ഒരു നാഗരിക സമൂഹം, ആ സമൂഹത്തിൻ്റെതായ ആചാരങ്ങൾ, ആ ആചാരങ്ങൾക്ക് ഇസ്ലാമിൽ പ്രത്യേകമായ ഒരു സ്ഥാനവും ഇല്ല. നേരെ മറിച്ച് ദീനിൻ്റെതായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അവന്റെ പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുകയും ആ പ്രവാചകന്മാർ ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഈ സമൂഹത്തിൽ പഠിപ്പിക്കുകയും ചെയ്ത ആദർശമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിന്റെ 15-ാമത്തെ സൂക്തം, ആ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്.
അവിടെ അല്ലാഹു പറയുന്നത് വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത് ഖാല അല്ലദീന ലാ യർജൂന ലിഖാഅനാ ഇഅതി ബിഖുർആനിൻ ഗൈരി ഹാദാ ഔ ബദ്ദിൽ വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത്. നമ്മുടെ സുവ്യക്തങ്ങളായ ആയത്തുകൾ, വ്യക്തമായ ആയാത്തുകൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഖാല അല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മെ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയില്ലാതെ കഴിച്ചുകൂട്ടുന്നവർ, പരലോകമെന്നൊരു ലോകമുണ്ട്, വിചാരണയുടെ ഒരു നാളുണ്ട്, മനുഷ്യന്റെ നന്മതിന്മകളെ തൂക്കിക്കണക്കാക്കുന്ന ദിവസമുണ്ട്, മനുഷ്യന് സ്വർഗവും നരകവും വിധിക്കുന്ന ഒരു നാളുണ്ടെന്ന് പ്രതീക്ഷിക്കാതെ ജീവിക്കുന്ന ആളുകൾ, ആ ആളുകൾ പ്രവാചകനോട് ഈ ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പോൾ മറുത്തു പറയുന്നത്, ഓ മുഹമ്മദേ ഇഅ്തി ബിഖുർആനിൻ ഗൈരി ഹാദാ ഔ ബദ്ദിൽ, ഈ ഖുർആൻ അല്ലാത്തൊരു ഖുർആൻ ഞങ്ങൾക്ക് വേണ്ടി നീ കൊണ്ടുവന്നു താ, ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ നീ പറയുന്ന കാര്യങ്ങളൊന്ന് മയപ്പെടുത്തിക്കൊണ്ടുവാ, ഔ ബദ്ദിൽഹു, അല്ലെങ്കിൽ മാറ്റം വരുത്തിക്കൊണ്ടുവാ, നീ പറയുന്നത് അങ്ങനെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഇതല്ലാത്തൊരു ഖുർആൻ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു തരണം. ഇത് അതെല്ലാം അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ ഇതിൽ തന്നെ ഒന്ന് മാറ്റം വരുത്തി കൊണ്ടുവന്നു തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെട്ടപ്പോൾ അത്തരക്കാർ, സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിന്റെ 15-ാം സൂക്തം. ആ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക ബോധമില്ലാത്ത ചില ആളുകൾ, ആ ആളുകളുടെ ആവശ്യത്തിന് മറുപടി പറയുകയാണ്. എന്താണ് അവരുടെ ആവശ്യം? ഈ ഖുർആൻ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല, അതുകൊണ്ട് ഈ ഖുർആൻ അല്ലാത്ത ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു തരണം, അതല്ലെങ്കിൽ ഇതിൽ തന്നെ ഒന്ന് മാറ്റം വരുത്തി കൊണ്ടുവന്നു തരണം. അതിന് മറുപടി പറയുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് കൽപ്പിക്കുന്നത്, ഖുൽ മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, ഖുൽ നബിയെ താങ്കൾ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്ക്, മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, ഇത് അല്ലാഹുവിന്റെ മതമാണ്, റബ്ബിന്റെ ദീനാണ്, എന്റെ ഇഷ്ടപ്രകാരം ഇതിൽ മാറ്റം വരുത്തുവാൻ എനിക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല, അവകാശവുമില്ല. എന്റെ അഭീഷ്ടത്തിനനുസരിച്ചുകൊണ്ട് മാറ്റം വരുത്തുവാൻ എനിക്ക് അധികാരമുള്ള മേഖലയല്ല ഇത്. നേരെ മറിച്ച് ഇന്നത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്കെന്താണോ വഹി നൽകപ്പെടുന്നത്, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്, അതിനെ പിൻപറ്റുകയല്ലാതെ മറ്റൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ ധിക്കാരം പ്രവർത്തിക്കാൻ ഞാൻ ഒരുക്കവുമല്ല. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ, റബ്ബിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഇതിനെ മാറ്റുവാനോ ഇതിനെ മറിക്കുവാനോ മൂടിവെക്കുവാനോ ഞാൻ തയ്യാറല്ല. കാരണം ഇന്നി അഖാഫു ഇൻ നസൈതു റബ്ബി അദാബ യൗമിൻ അദീം, എന്റെ റബ്ബിനെ ഞാൻ ധിക്കരിച്ചാൽ, എന്റെ റബ്ബിനെ ഞാൻ എതിര് ചെയ്താൽ എനിക്ക് വരാനിരിക്കുന്ന ഭയാനകമായ ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റം വരുത്തുവാൻ ഞാൻ ഒരുക്കമല്ല, ഇത് മൂടിവെക്കുവാൻ ഞാൻ ഒരുക്കമല്ല, ഇത് മാറ്റിയിട്ട് മറ്റൊന്ന് അവതരിപ്പിക്കുവാൻ ഞാൻ ഒരുക്കമല്ല എന്ന് അവരോട് പറയൂ നബിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് പറയാനുള്ള മറുപടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ ഇഷ്ടമല്ല ഇത് എന്റെ തീരുമാനമല്ല, ഇത് എനിക്ക് തോന്നിയത് പറയുകയല്ല. നേരെ മറിച്ച് ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എന്താണോ എനിക്ക് വഹി നൽകപ്പെടുന്നത് അതിനെ പിൻപറ്റുകയല്ലാതെ ഞാൻ എന്റെ ഇഷ്ടം പറയുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടി പറഞ്ഞത്, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ. ആ പ്രവാചകൻ തന്നിട്ടപ്രകാരം പറയുന്ന ആളല്ല, തന്നിട്ടപ്രകാരമല്ല അദ്ദേഹം മതം പറയുന്നത്. നേരെ മറിച്ച് മതം എന്ന നിലക്ക് ആ പ്രവാചകൻ വിശദീകരിക്കുന്ന കാര്യങ്ങൾ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ, അല്ലാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന വഹയാണ്, അല്ലാഹുവിങ്കൽ നിന്ന് നൽകപ്പെടുന്ന ബോധനമാണ്. ആ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ